സഞ്ജുവിനെ സന്നാഹ മത്സരത്തിൽ പേരിനിറക്കിയതാണെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജു ഫോം ആയാലും ഇന്നത്തെ മാച്ചിൽ സഞ്ജുവിനെ കളിപ്പിക്കില്ല. ഇനിയിപ്പോൾ സന്നാഹ മത്സരത്തിൽ പന്താണ് ഫ്ലോപ്പ് ആവുന്നതെങ്കിൽ പന്തിന് ഇന്നത്തെ മാച്ചിൽ വീണ്ടും അവസരം കൊടുക്കും. ഇതാണ് സഞ്ജുവും പന്തും തമ്മിലുള്ള വ്യത്യാസം. സഞ്ജുവിനെ അവർക്ക് ആവശ്യമില്ല. ഇന്ന് അയർലൻഡിനെതിരെ സഞ്ജുവിനെ സൈഡ് ബെഞ്ചിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അടുത്ത മാച്ചിലും സഞ്ജു കളിക്കാൻ സാധ്യതയില്ല. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം സഞ്ജു പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിരാശയോടെ സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: T20 വേൾഡ് കപ്പിൽ അവസരം കിട്ടി, അത് തന്നെ വലിയ കാര്യമാണ്. ചിലപ്പോൾ നമുക്ക് എല്ലാ മാച്ചിലും ഇറങ്ങാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് ഒരവസരം വരും, അതിനുവേണ്ടി കാത്തിരിക്കാം. ഞാനും ഇപ്പോൾ ചെയ്യുന്നത് അതാണ്. ഒരുപക്ഷെ അവസാന മാച്ചിലായിരിക്കും നമുക്ക് അവസരം കിട്ടുന്നത്. ആ അവസരം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതാണ് ഞാനിപ്പോൾ പഠിച്ച പാഠം. നമ്മളെക്കാൾ മികച്ച താരങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ മികച്ച കളി പുറത്തെടുക്കേണ്ടതുണ്ട്. സന്നാഹ മത്സരത്തിൽ ഞാൻ ഓപ്പണിംഗിലാണ് കളിച്ചത്. ആ മാച്ചിൽ ഞാൻ നന്നായി കളിച്ചുവെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ മാച്ചിൽ എനിക്ക് അവസരം കിട്ടിയേനെ. പക്ഷേ വിരാട് കോഹ്ലി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഉണ്ടെങ്കിൽ ഓപ്പണിംഗിൽ എനിക്ക് അവസരം കിട്ടില്ല. രോഹിത് കോഹ്ലി ഓപ്പണിംഗ് കോംബോ അവർ നേരത്തെ തന്നെ ഫിക്സ് ആക്കിയതാണ്. എനിക്കൊരു പരിശീലനത്തിന് വേണ്ടിയാണ് ഓപ്പണിംഗിൽ ഇറക്കിയത്, അല്ലാതെ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല. അടുത്ത മത്സരത്തിൽ അവസരം കിട്ടിയാൽ തകർത്തടിക്കുമെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കി. രോഹിത് ശർമ്മയ്ക്കും കോച്ച് ദ്രാവിഡിനും വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ഇവരാണ് ഓപ്പണിംഗിൽ വരുന്നതെന്ന് നേരത്തെ തന്നെ അവർക്കറിയാമായിരുന്നു. ആരാധകരെ പേടിച്ചാണ് സന്നാഹ മത്സരത്തിൽ സഞ്ജുവിനെ ഓപ്പണിംഗിൽ ഇറക്കിയത്. സഞ്ജു ഫ്ലോപ്പ് ആയാലും ഫോം ആയാലും സഞ്ജുവിനെ ഇന്നത്തെ മാച്ചിൽ കളിപ്പിക്കില്ല. അതവർ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. എങ്കിലും സഞ്ജു ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അടുത്ത മാച്ച് പാകിസ്ഥാനുമായിട്ടാണ്. സഞ്ജുവിന് ഒരവസരം കിട്ടിയാൽ സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് അടുത്ത മാച്ചിന് വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.